ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ ഏറ്റവും വലിയ സ്വീകരണം എന്തായാലും മലപ്പുറം ജില്ലയിലായിരിക്കും. അത് അരീക്കോടാണോ തിരൂരാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് കേരള യാത്രയ്ക്ക് വേണ്ടിയിട്ട് കേരള യാത്ര തുടങ്ങുന്നതിന്റെ തലേ ദിവസം മർക്കസിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. പിറ്റേ ദിവസം നടക്കുന്ന സിയാറത്തിന് ആയിരങ്ങളാണ് അവിടെ എത്തിയത്. ആദ്യം നടന്ന സ്വീകരണ മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയുടെ ചെർക്കളത്ത് വെച്ച് നടന്നു. അതിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയില് അതിലും വലിയ സ്വീകരണം, അതിനെയും കടത്തി വെട്ടിക്കൊണ്ടാണ് നാദാപുരത്തുള്ള സ്വീകരണം. കോഴിക്കോട് ജില്ലയിലെ 2 സ്വീകരണമാണ്. പിന്നെ അതിനെയും കടത്തി വെട്ടിക്കൊണ്ടാണ് കോഴിക്കോട് മറ്റൊരു സ്വീകരണം നടന്നത്. പിന്നീട് ഈ യാത്ര നേരെ പോകുന്നത് വയനാട്ടേക്കാണ്. നോക്കൂ നിങ്ങൾ, അവിടെയും വലിയ സ്വീകരണം തന്നെ. അതും കഴിഞ്ഞ് ഗൂഡല്ലൂരിൽ സ്നേഹയാത്ര എന്ന പേരിൽ ആ യാത്ര മനോഹരമായിട്ട് ഇങ്ങനെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. நீலகிரிக்கு வருகை தரும் அன்பு பயணித்திருக்கு நல்வரவு. கிழக்கே அழகும் செழுமையான பல்லுகிர் வளங்களும் தனித்துவமான கலாச்சாரங்களும் சங்கமிக்கும் நீலகிரி மண்ணில் கொள்கை வலிமையுடன் அஹ்லுசுன்னாவின் அசைக்க முடியாத தலைமை இதோ சூரிய பிரகாசத்துடன் உதயமாகவிருக்கிறது. யுனெஸ்கோவின் உலக பாரம்பரிய சின்னங்களில் ஒன்றாக திகழும் இந்த பூமியில் 7 லட்சத்திற்கும் அதிகமான மக்கள் நல்லிணக்கத்தோடும் அன்போடும் இணைந்து வாழ்கிறார்கள். நீலகிரி இன்று சுல்தானுல் உலமாவின் ആത്മീക ഒളിയാൾ കുളിരവിറക്കുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ? അതുപോലെ തന്നെ പാടന്തറ മർക്കസിൽ നിന്നുള്ള ഒരു കാഴ്ച കൂടി. ഇതാണ് പാടന്തറ മർക്കസ്. നമുക്കിതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. പാടന്തറ മർക്കസ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണല്ലോ കേരള യാത്രയുടെ പ്രമേയം. മനുഷ്യരെ ഇത്രമാത്രം ചേർത്ത് പിടിച്ച മറ്റൊരു സ്ഥാപനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് ഒരുപാട് സമൂഹ വിവാഹങ്ങളാണ് അവിടെ കഴിഞ്ഞത്. 850ഓളം വധുവരന്മാരുടെ വിവാഹം നടക്കാൻ പോവാണ് 2026 ഏപ്രിൽ 5-ന്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളെയും പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മള് മനുഷ്യരെ എന്നുള്ളതാണ് നമ്മൾ ഉസ്താദ്മാർ പഠിപ്പിച്ച ശേഖരടക്കം പഠിപ്പിച്ച തന്നെയാണ്. ഇവിടെ ജാതി എന്നോ മതമെന്നോ ഗ്രൂപ്പ് എന്നോ ഒരു നോട്ടില്ല. ഈ നാട്ടിൽ ആരോട് വെച്ചാൽ ഇന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാവരും മനുഷ്യരായി പിറന്ന എല്ലാവർക്കും ഒരു ജീവിതം കിട്ടുക, മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അതിനിടയ്ക്ക് ഇന്ന് നീലഗിരിയിൽ നടന്ന ആ സമ്മേളനത്തിലെ ചെറിയൊരു പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്നിട്ട് കുറച്ചുകൂടി കാര്യം പറയാനുണ്ട്. അയൽവാസി പട്ടിണി നടക്കാൻ പാടില്ല. രോഗിയായ ഒരാൾ മരുന്നില്ലാതെ അവർ കട്ടപ്പെടാൻ പാടില്ല. അവശത അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് ശേഷിയുള്ളപ്പോൾ നമ്മുടെ പരിധിയിൽ അവർ കട്ടപ്പെടാൻ പാടില്ല. അവരെ ചേർത്ത് പിടിക്കേണ്ടത് അവിടെ മതം നോക്കേണ്ട കാര്യമില്ല. അയൽവാസി പട്ടിണി നടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ നമ്മിൽപ്പെട്ടവരിൽ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മതം നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അവിടെ ജാതി നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താണ് മതം എന്ന് പറയുന്നത്? ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. ആ മതത്തിന്റെ ആശയങ്ങളും മൂല്യങ്ങളും സമ്പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ മുസ്ലിമേതര സഹോദരങ്ങളെ മനുഷ്യൻ എന്ന രീതിയിൽ സഹോദരനായി കാണാൻ, അയൽവാസിയായി കാണാൻ, മുതിർന്നവരായി കാണാൻ, ബന്ധുക്കളെ ബന്ധുക്കളായി കാണാൻ, കുടുംബങ്ങളെ കുടുംബങ്ങളായി കാണാൻ, മാതാപിതാക്കളെ അതുപോലെ പരിഗണിക്കാൻ, ഗുരുനാഥന്മാരെ അങ്ങേയറ്റം ആദരിക്കാനും ബഹുമാനിക്കാനും, അങ്ങനെ ഈ സമൂഹത്തിലുള്ള എല്ലാ തരം ആളുകളെയും കാണേണ്ട പോലെ കാണണം. പക്ഷേ ഒരു മുസ്ലിം ഒന്നാമതായി മുസ്ലിമായി ജീവിക്കണം. ഒരു ഹൈന്ദവർ അവർ ഹൈന്ദവരായി ജീവിച്ചു കൊള്ളട്ടെ, ഒരു ക്രൈസ്തവൻ അവർ ക്രൈസ്തവരായി ജീവിച്ചു കൊള്ളട്ടെ. പക്ഷേ അപ്പോഴൊക്കെയും നാം മനുഷ്യരാണെന്ന ബോധത്തോടു കൂടി ഏകോദര സഹോദരന്മാരായി നാം ജീവിക്കേണ്ടതുണ്ട്. വളരെ മനോഹരമായിട്ട് തോന്നിയ ചില സന്ദേശങ്ങൾ കുഞ്ഞുങ്ങൾ, ഇത് ഗൂഡല്ലൂർ നീലഗിരിയിൽ നടത്തിയ ആ സ്വീകരണ മഹാസമ്മേളനത്തിലുള്ള ഒരു പ്രസംഗമാണ്. ഇങ്ങനത്തെ നിരവധി പ്രസംഗങ്ങളാണ് നമ്മൾ ഈ സ്വീകരണ പരിപാടികളിലൊക്കെ കേൾക്കുന്നത്. വൈവിധ്യമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ ഇതിനകം ഈ കേരള യാത്രയിൽ നിന്ന് നമുക്കൊക്കെ ലഭിക്കും. നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട, മനുഷ്യന്മാർക്കിടയിൽ പെരുമാറേണ്ട ഒരുപാട് കാര്യങ്ങൾ. അതിനു പുറമെ ആ നാടിന് വേണ്ടതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം വേണ്ടപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ്. കാസർഗോഡ് ആദ്യം എത്തുമ്പോൾ അവിടുത്തെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട മുന്നേറ്റം വേണമെന്നാണ് ആവശ്യപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അവിടുത്തെ എയർപോർട്ട്, അതുപോലെ തന്നെ അവിടുത്തെ തുറമുഖം തുടങ്ങിയിട്ട് അവിടുത്തെ പെരിയാരം മെഡിക്കൽ കോളേജ്, ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ അവിടുത്തെ കൈത്തറി വ്യവസായങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ സംഘടന ഇടപെടുകയാണ്. അതിലെ പ്രശ്നങ്ങൾ പഠിക്കുകയാണ്, എന്നിട്ട് അത് വേണ്ടപ്പെട്ടവർക്ക് മുമ്പിൽ അങ്ങനെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ ജില്ലയിലും വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ട് അത് വേണ്ട ചർച്ചകൾ നടത്തി വേണ്ടവരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ ഈ കേരള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്ത വലിയ രീതിയിൽ അത് എന്തായിരുന്നു, ഈ കേരള യാത്രയുടെ പ്രചരണവുമായിട്ട് നടത്തിയ പരിപാടിയിൽ വടശ്ശേരി ഹസൻ മുസ്ലിയാർ പ്രസംഗിച്ചതായിരുന്നു, മലപ്പുറം ജില്ല വിഭജിക്കണം. അതിനുള്ള കാരണങ്ങൾ അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് പല ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ട്, വിഭജിക്കണം എന്നുള്ളത്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ
ഈ കേരള യാത്രയിലും ചർച്ചയാവുകയാണ്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് മുമ്പിൽ എന്താണ് ഇതിന്റെ ആവശ്യങ്ങളുമെന്നും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ജില്ലയ്ക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യും ഇവിടെ ചർച്ചയാകും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടുള്ള യാത്ര. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ഈ യാത്രയുടെ സെറ്റപ്പാണ്. നമ്മളിങ്ങനെ ഈ യാത്രയിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ നമ്മളുടെ മനസ്സ് യാത്രയോടൊപ്പമുണ്ട്. ജനുവരി 1 മുതൽ ഓരോ പ്രോഗ്രാമുകളും അപ്പക്കപ്പൊക്കെ നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള വേദി, അവിടേക്കുള്ള ഒരു റാലി ഇങ്ങനെ വരികയാണ്. ആ റാലിക്ക് പുറകിലായിട്ട് നേതാക്കന്മാരുടെ വാഹനങ്ങൾ, അതിന്റെ പുറകെ ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ പിന്നെ വരുന്ന മനോഹരമായിട്ടുള്ള റാലികൾ നിരവധി നമ്മൾ കണ്ടു. ലൈവായിട്ട് നമ്മൾ കാണാം. അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുടെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ, പേരോട് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ, ഖലീൽ തങ്ങളുടെ പ്രസംഗം കേൾക്കാൻ, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ആളുകളുടെ പ്രസംഗം കേൾക്കാൻ, ആ പ്രസംഗം മുഴുവൻ കഴിഞ്ഞിട്ട് മാത്രമാണ് ആളുകൾ പോലും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ 5-ലധികം യൂട്യൂബ് ചാനലുകളിൽ ഇത് തത്സമയം സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ ഫേസ്ബുക്കിലും മറ്റുള്ള ഇതിലൊക്കെ വേറെയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ഈ കേരള യാത്ര തത്സമയം വീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നല്ല സന്ദേശമാണ്. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കേരള യാത്രയുടെ മഹത്തായിരിക്കുന്ന ആശയം. മനുഷ്യർക്കൊപ്പം മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു യാത്ര. മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്ര 3-ാമത്തെ ദിവസമാണ് മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിലേക്ക് കടക്കുക. 2 സ്വീകരണ മഹാസമ്മേളനമാണ് മലപ്പുറം ജില്ലയിലേക്ക് നടക്കുന്നത്. അതിലടക്കം മലപ്പുറം ജില്ലയിലുള്ള കേരള മുസ്ലിം ജമാഅത്ത് മാത്രമല്ല, മറ്റു രാഷ്ട്രീയ സംഘടനകൾ പോലും കേരള യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്. എന്തായാലും കാണാം നമുക്ക് യാത്ര എത്രമാത്രം മനോഹരമായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ യാത്രയിൽ നമ്മൾ കണ്ടു അല്ലെ, കേരള യാത്രക്ക് അഭിവാദ്യം വിളിച്ചുകൊണ്ട് ഉള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നിപ്പോവാണ്. ഈ ആശയം മനുഷ്യർക്കൊപ്പം എന്നുള്ള നല്ലൊരു സബ്ജക്റ്റ്. എന്തായാലും മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ച് നടത്തുന്ന ഈ യാത്രക്ക് അഭിനന്ദനം.